5-ാം ഭാവം അവിടെയാണ് നമ്മൾ വിദ്യയെ കൊണ്ട് പ്രധാനമായിട്ടും ചിന്തിക്കുക. ഇപ്പോൾ ഒരു കുട്ടി വിദ്യക്ക് മടി അല്ലെങ്കിൽ പഠന വൈകല്യം ഉണ്ട്. ചില കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവും, പക്ഷെ മടിയായിരിക്കും. ചില കുട്ടികൾക്ക് പഠിക്കുന്നുണ്ടാവും, പക്ഷെ അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് ഓർമ്മയിൽ വെക്കാനോ പറ്റുന്നുണ്ടാവില്ല. മറ്റ് ചില കുട്ടികൾക്ക് താല്പര്യമേ ഉണ്ടാവില്ല. ഇങ്ങനെ 3 വിഭാഗത്തിലാണ് സാധാരണ വരിക. അപ്പം നമ്മൾ ഏതൊരു ജാതകം നോക്കുമ്പോഴും അതിന് 5-ാം ഭാവം എടുത്തിട്ട് അവിടെ വരുന്ന ഗ്രഹം, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തി മേടലഗ്നക്കാരനാണെന്ന് വിചാരിക്കാം. അപ്പൊ അയാളുടെ 5-ാം ഭാവമായിട്ട് വരുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശി എന്ന് പറഞ്ഞാൽ പുരുഷ രാശിയാണ്. അപ്പൊ അവിടെ മേടരാശിയുടെ അധിപനായ ചൊവ്വയാണ് നിൽക്കണമെങ്കിൽ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് വിദ്യാമന്ത്രാർച്ചന കൊടുക്കാം. ഇനി 5-ാം ഭാവത്തിൽ സൂര്യനാണ് നിൽക്കണമെങ്കിൽ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള മഹാദേവന്റെ അവതാരമായ ദക്ഷിണാമൂർത്തിക്ക് വിദ്യാമന്ത്രാർച്ചന കൊടുക്കാം. വ്യാഴമാണ് നിൽക്കണമെങ്കിൽ നമുക്ക് വിഷ്ണുവിന് കൃഷ്ണന് വിദ്യാമന്ത്രാർച്ചന കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോ രാശി സ്ത്രീ രാശിയാണോ 5-ാം ഭാവമായിട്ട് വരണം, അവിടെ ഏത് ഗ്രഹം നിന്നാലും സ്ത്രീ ദേവതകളെ നമ്മൾ ചിന്തിക്കും. പുരുഷ രാശി വന്നാൽ പുരുഷ ദേവതകളെ ചിന്തിക്കും. എല്ലാത്തിനും വിദ്യാഗോപാല മന്ത്ര അർച്ചന ആൻസർ അല്ല എന്നുള്ളതാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.